അവിടെ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 75-80% ജയിച്ച് കഴിഞ്ഞ് KKR. കാരണം ഒരു റണ്ണേ ഉള്ളൂ, 2 വിക്കറ്റ്. അവരുടെ ബാറ്റിംഗ് കഴിഞ്ഞു. ഇനി 2 റണ്ണാണ് ജയിക്കാൻ വേണ്ട. 6 ബോൾ കയ്യിലുണ്ട്, 2 വിക്കറ്റ് ഉണ്ട്. ആൻഡ് ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് KKRന് ഇറക്കാൻ പറ്റുന്ന ബാറ്റ്സ്മാൻ പറയുന്നത് നമ്മുടെ റിങ്കു സിംഗ് തന്നെയാണ്. കാരണം ഇന്ന് അത്രയും ഫോമിൽ, ഇപ്പം ലാസ്റ്റ് കളിച്ച 2 മാച്ചിലും നല്ല ഫോമിൽ നിൽക്കുന്ന ബാറ്റ്സ്മാൻ ആണ്. കാരണം ആ ലാസ്റ്റ് മാച്ചിൽ 67 എടുത്തിട്ടുണ്ടായിരുന്നു, ഈ മാച്ചിൽ 83 ഉണ്ട്, അതും നോട്ട് ഔട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് കളിക്കാൻ പറ്റുന്നുള്ളൊരു ഇന്നത്തെ ഡേ കംപ്ലീറ്റ്ലി റിങ്കു സിംഗിന്റെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാച്ച് വരുന്ന സ്ഥലത്തൊക്കെ റിങ്കു സിംഗ് ഉണ്ട്. ഈവൻ ബാറ്റിംഗിലാണെങ്കിലും ആള് ഇന്ന് ടോപ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ റിങ്കു സിംഗ് ഒരു സൈഡ് കൺഫേം ആണ്. അപ്പുറത്തെ സൈഡ് ആരാണ്, അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്കും. പക്ഷെ അവിടെ അഗെയിൻ പവലിനെ തന്നെ ഇറക്കി. അഗെയിൻ ഒരു വിശ്വസ്തൻ പവൽ. കാരണം ആ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നല്ലേ, ക്യാച്ചിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെ ഒരു ബാറ്റിങ്ങിലോട്ടും കൊണ്ടുവന്നു. പവലിനൊന്നും ചെയ്യേണ്ടി വന്നില്ല. റിങ്കു സിംഗ് ഫസ്റ്റ് ബോളിൽ തന്നെ ആ ഒരു 4 അടിച്ചിട്ട് കളി ജയിപ്പിച്ചു. പ്രിൻസ് യാദവ് ആണ് ശരിക്കും ലക്നൗ സൂപ്പർ ജയൻസിന്റെ അടുത്ത് നിന്ന് ബോൾ എറിഞ്ഞത്. കാരണം കറക്റ്റാണ്, ആള് പർപ്പിൾ ക്യാപ്പൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആളാണ്. അത് മാത്രമല്ല നല്ല രീതിയിൽ വിക്കറ്റ് എടുക്കുന്ന ആളാണ്. അവിടെ ഡിസിഷൻസ് കറക്റ്റ് ആയിരുന്നു. പക്ഷെ റിങ്കു സിംഗിന്റെ ഡേ ഇന്നത്തെ ഡേ ആയതുകൊണ്ട് തന്നെ റിങ്കു സിംഗ് അതിലൊരു 4 അടിച്ച് കളി ജയിപ്പിച്ചു. കംപ്ലീറ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാച്ചിൽ റിങ്കു സിംഗിന്റെ ഒരു ഓൾറൗണ്ട് ഷോ ആണ്. അതായത് നമ്മൾ പറയാം, ഇപ്പൊ ചില മാച്ചിലൊക്കെ നമുക്ക് പറയാം ഓൾറൗണ്ടർ എന്ന് പറയുന്നത് ശരിക്കും ബോളിംഗ് ആൻഡ് ബാറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇന്നത്തേൽ പറയാൻ പറ്റുന്നത് ബോളിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, ആള് ബാറ്റിംഗ് പ്ലസ് ആ ഒരു ഫീൽഡിൽ ഓടി നടന്ന് ഏത് ഭാഗത്ത് ക്യാച്ച് വന്നാലും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്റിങ്ങിലാണെങ്കിലും ഓൾമോസ്റ്റ് തകർച്ചയിലായിരുന്ന KKRനെ ബാറ്റിംഗിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന ആളാണ് ശരിക്കും റിങ്കു സിംഗ്. 51 ബോളിൽ 83 റൺസ് നോട്ട് ഔട്ട്, 5 6ഉം 7 4, 155 എന്ന് ഒരു കുറച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടലോട്ട് എത്തിച്ചത് ശരിക്കും റിങ്കു സിംഗ് ആണ്. കംപ്ലീറ്റ് റിങ്കു സിംഗിന്റെ ഡേ എന്ന് പറയാം ഇന്നത്തെ മാച്ചിൽ. റിങ്കു സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ വലിയ രീതിയിൽ അടിച്ചില്ല. ആകെ നമ്മുടെ കാമറൺ ഗ്രീൻ ആണ് 21 34 റൺസ് അടിച്ചത്. ആള് ഒരു 3 6 ഒക്കെ അടിച്ച് ആളുടെ ഒരു പൊസിഷൻസ് അവിടെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നു. പക്ഷെ ആൾക്ക് വലിയൊരു ഇന്നിംഗ്സിലോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ബോളിംഗിൽ ഇന്ന് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തിട്ടുണ്ടെങ്കിലും LSGയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ബോളർ ആയത് ശരിക്കും മൗസിൻ ഖാനെയാണ്. 4 ഓവറിൽ 24 റൺ കൊടുത്തിട്ട് 5 വിക്കറ്റ് എടുത്ത്. ബാക്കി എല്ലാ ബോളേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ദിഗ്വിഷ് ഷാട്ടിക്ക് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കമ്പാരിറ്റീവ്ലി അതർ ബോളേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത്. ചേസിംഗിൽ ഇറങ്ങിയ LSGക്ക് ശരിക്കും ബാറ്റിംഗിൽ ഫസ്റ്റ് മുതലേ ഒരു ഫുള്ളി ഒരു താളം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ ആ ഒരു 1 2 5 9 8 12 അങ്ങനെ ഒരു റേഞ്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആകെ ഇതിൽ മാർക്കറും പന്തുമാണ് കുറച്ചേരം ഒന്ന് വിക്കറ്റ് പോവാണ്ട് പിടിച്ചിരുന്നത്. പക്ഷെ അവരും വലിയൊരു ഇന്നിംഗ്സിലോട്ട് എത്തിയിട്ടുമില്ല. സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിലും കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ആ ഒരു വലിയൊരു സ്കോറിലോട്ട് എത്തുന്ന രീതിയിലുള്ള ഒരു കളി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇൻ ബിറ്റ്വീൻ ആയുഷ് ബലോണിയും വന്ന് ഒരു ക്യാമിയോ നടത്തി. പക്ഷെ ആളുടെയും ആ ഒരു സ്കോറിംഗ് റേറ്റ് കുറച്ച് കുറവായിരുന്നു. പിന്നെയും നന്നായിട്ട് കളിച്ച് നമ്മൾ അവസാനത്തോട്ട് ഇറങ്ങിയ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടുള്ള ഹിമ്മത് സിംഗും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ബൗളർ മുഹമ്മദ് ഷമി ആയിരുന്നു. കാരണം ആള് ബൗളർ മാത്രമല്ല ഇന്നൊരു ഓൾറൗണ്ടറും കൂടിയായിരുന്നു ശരിക്കും പറയാം. കാരണം കളീനെ ഓൾമോസ്റ്റ് LSGയുടെ ഭാഗത്തോട്ട് കൊണ്ടുപോയത് ഷമിയും കൂടിയാണ് കേട്ടോ. കാരണം ഹിമ്മത് സിംഗിന്റെ ആ ഒരു നോക്കാണ് ശരിക്കും LSGയുടെ ഭാഗത്തോട്ട് കളീനെ കൊണ്ടുപോയത്. പക്ഷെ എന്നാലും കളി പിന്നെയും KKR തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മൊമെന്റിൽ ഷമിയുടെ ആ ഒരു കറക്റ്റ് ടൈമിലുള്ള ഇടപെടൽ കൊണ്ടാണ് ശരിക്കും ആ ഒരു മാച്ച് ടൈയിലോട്ട് തന്നെ പോയത്.